മാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ അബി അറസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുവന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ നവ്യ ആണെങ്കിൽ നന്ദുവിനെ ആണെങ്കിൽ ഒരുപാട് ശപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള രണ്ട് അനിയത്തിമാരെ കിട്ടിയതാണ് എൻ്റെ ശാപം എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ നന്ദുവിനെയൊക്കെയും നയനെയൊക്കെ ഒരുപാടൊക്കെ ശപിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആ ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് എനിക്കാണ് അപ്പോൾ കുറ്റമായത്, അല്ലാതെ നിങ്ങളെ ഭർത്താവ് തെറ്റുകൾ ചെയ്തതിനൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ നവ്യ ചോദിക്കുന്നുണ്ട്, എൻ്റെ അബി എന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നന്ദ് പറയുന്നുണ്ട്, തെറ്റൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നന്ദു ആണെങ്കിൽ അബിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് നല്ല രീതിക്ക് അബിയെ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാര്യം വെച്ചാൽ നന്ദു കുറേ നാളുകൊണ്ട് അബിയെ ഒന്ന് കയ്യിൽ കിട്ടാൻ വേണ്ടി നന്ദു കാത്തിരുന്നില്ലേ. അപ്പോൾ കിട്ടിയ സമയത്താണെങ്കിലും നമ്മളെ നന്ദു ആണെങ്കിൽ എല്ലാ ദേഷ്യവും കൂടെ അബിയുടെ അടുത്ത് തീർത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മളെ നവ്യ ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. വരുന്ന സമയത്ത് നമ്മൾ അബിയെ ഇടിക്കുന്നതൊക്കെ കണ്ടിട്ടാണ് നവ്യ അങ്ങോട്ട് കയറി വരുന്നത്. അതുകൊണ്ട് നവ്യയ്ക്കാണെങ്കിൽ സഹിക്കാൻ പറ്റാതെ വീണ്ടും നന്ദുവിൻ്റെ അടുത്ത് വഴക്കിനൊക്കെ ചെല്ലും കേട്ടോ. പിന്നെ നമ്മളെ നന്ദു ആണെങ്കിൽ നല്ല രീതിയിൽ മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നതൊക്കെ കേട്ടിട്ട് നവ്യ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. നവ്യാണെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്താണെങ്കിൽ നയനെ ചോദിക്കുന്നുണ്ട്, എന്തിനാ ചേച്ചി പോലീസ് സ്റ്റേഷനിൽ പോയി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നന്ദു ആണെങ്കിൽ നിയമത്തിന് നിരക്കാത്ത രീതിയിലൊന്നും നന്ദു ഒരു തെറ്റും ചെയ്യത്തില്ലല്ലോ. അപ്പം അബി തെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടല്ലേ നന്ദു ആണെങ്കിൽ അറസ്റ്റ് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ചേച്ചിക്ക് ഇതുവരെയ്ക്കും നന്ദുവിൻ്റെ സ്വഭാവം മനസ്സിലായിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നവ്യ പറയുന്നുണ്ട്, അടി എനിക്ക് നിൻ്റെ അനിയത്തിൻ്റെ സ്വഭാവമൊന്നും എനിക്ക് ഇതുവരെയ്ക്കും മനസ്സിലായിട്ടില്ല, ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് നിങ്ങൾ രണ്ടുപേരും എന്നൊക്കെ പറയുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അബിയെ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത്, ഞങ്ങളെ പിറകെ നടന്ന് എന്തിനാണ് നിങ്ങളിങ്ങനെ ശിക്ഷിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മളെ നവ്യ. അതിനെ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്തായാലും പിന്നെ അബി എന്തായാലും തെറ്റ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നന്ദു അറസ്റ്റ് ചെയ്യത്തില്ലല്ലോ, ഇപ്പോൾ വെറുതെ തെറ്റ് ചെയ്യാത്തവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടിരുത്തേണ്ട സ്ഥലമല്ലല്ലോ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് മനസ്സിലായിക്കോളും, അതെന്തായാലും നന്ദു തന്നെ ചേച്ചി എടുത്ത് കാര്യങ്ങളൊക്കെ പറയുമെന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മളെ ജലജ അങ്ങോട്ട് വരുന്നുണ്ട്. വന്നിട്ടാണെങ്കിൽ ജലജയാണെങ്കിലും നയനടുത്താണെങ്കിൽ അങ്ങോട്ട് ദേഷ്യം സംസാരിക്കുകയാണ്, നിനക്കിപ്പോൾ സമാധാനമായല്ലോ, എൻ്റെ മോനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോഴത്തേക്ക് നിനക്ക് സമാധാനമായല്ലോ, നീ കുറേ നാൾ കൊണ്ട് എൻ്റെ മോനും അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെ ഓരോന്നൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം നിനക്ക് എന്തായാലും സമാധാനമായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ ജലജ പറയുന്നുണ്ട്, എന്തായാലും അവൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ എനിക്കും വിഷമമുണ്ട്, ഇപ്പം നിനക്കിപ്പോൾ സമാധാനമായോ എന്നൊക്കെ ഇങ്ങനെ നയനെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിലും വലിയ തെറ്റ് ചെയ്തവരെ ഇവിടെ പുണ്യാളന്മാരായിട്ട് കൊണ്ടു നടക്കുക, അപ്പം അതിന് സപ്പോർട്ട് ചെയ്യാനൊരു ഭാര്യ ഇവിടെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നയന പറയുന്നുണ്ട്, എനിക്കാണെങ്കിലും നിങ്ങളുടെ രണ്ടിടത്തും സംസാരിക്കാൻ തീരെ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയന പറയുന്നുണ്ട്, എന്തായാലും അബി തെറ്റ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നന്ദു അറസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും പോകത്തില്ല, അപ്പോൾ അവനെന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നന്ദു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്, എന്തായാലും ആ കാര്യങ്ങളൊക്കെ നന്ദു തന്നെ നിങ്ങളതൊക്കെ പറഞ്ഞോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നയന പോവുകയും ചെയ്യും, അങ്ങോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നവ്യ ആണെങ്കിൽ കയറി മുകളിലോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ, മുറിയിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ നവ്യ ആണെങ്കിൽ ഫുഡ് കഴിക്കാനോ ഒന്നും വരുന്നതും ഇല്ല. അപ്പോഴത്തേക്ക് നയനയ്ക്കാണെങ്കിൽ ടെൻഷൻ ആവുകയും ചെയ്യുന്നുണ്ട്. നവ്യയാണെങ്കിൽ പിന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങി വരാത്തത് കൊണ്ട് അങ്ങനെ നയനയാണെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനയാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, മുത്തശ്ശ നിനക്ക് ചേച്ചിയാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടും ഇല്ല, ഒന്നും കുടിച്ചിട്ടൊന്നും ഇല്ല, എനിക്ക് പേടിയാവുന്നു, എന്തെങ്കിലും സംഭവിച്ചു പോകുമോ, ഇതിനൊക്കെ പിന്നെ അബി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിൻ്റെ ഇതിൽ ചേച്ചിയാണെങ്കിൽ പ്രതിഷേധിച്ച് കിടക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവളെന്തിനാ ഇങ്ങനെ കഴിക്കാതെയൊക്കെ ഇരിക്കുന്നത്, ഇവൾക്ക് എന്തൊക്കെ മനസ്സിലാവത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നയന പറയുന്നുണ്ട്, ചേച്ചിക്കാണെങ്കിൽ അതൊന്നും മനസ്സിലാവുന്നില്ല മുത്തശ്ശനൊന്ന് പോയി ചേച്ചി അടുത്തൊന്ന് സംസാരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ നവ്യ അടുത്ത് പോയി സംസാരിക്കുന്ന സമയത്താണെങ്കിലും നവ്യ ആണെങ്കിൽ അബിക്ക് വേണ്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ആര് ചെന്നാലും അവരതെല്ലാം ഇങ്ങനെ ദേഷിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി അവനിക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും നിന്നങ്ങനെ ഒരു സംസാരം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സംസാരിക്കുന്നവരും കൂടെ ഈ വീട്ടിൽ നിന്ന് പുറത്താവും, പിന്നെ അവരും ഇവിടെ കാണത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും നന്ദു ആണെങ്കിൽ അബി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാം സപ്പോർട്ടും കൊടുത്തത് ഞാനാണ്, ഞാൻ പറഞ്ഞിട്ടാണ് നന്ദു അബിയെ നിനക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്ക് മേലെ ഇവിടെ ആരും സംസാരിക്കാനോ വെക്കാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ നവ്യടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നവ്യാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചേർന്നാണല്ലോ എൻ്റെ പിന്നെ ഭർത്താവിനെ ഇങ്ങനെ ജയിലിലാക്കിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കൊച്ചിന് അച്ഛനില്ലാതെയൊക്കെ നിങ്ങളാക്കൂ എന്നൊക്കെ ചോദിച്ചിട്ടാണല്ലോ നമ്മൾ നവ്യാണെങ്കിൽ കഥകാണെങ്കിൽ അവരുടെ മുമ്പിൽ ഡോറ് വലിച്ചടയ്ക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നയനയാണെങ്കിലും ഒരു പേടിയുണ്ട്, കാര്യം വെച്ചാൽ നവ്യ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ ചെയ്യുമെന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ
നമ്മളെ നയനയ്ക്ക് അറിയാമല്ലോ. അപ്പോൾ നയനയാണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കും. അങ്ങനെ അവരാണെങ്കിൽ കതവൊക്കെ തള്ളി തുറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ശ്രമിച്ചിട്ട് നമ്മൾ നവ്യയാണെങ്കിൽ കതവിനാണെങ്കിൽ അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, എൻ്റെ അടുത്തോട്ട് ആരും വരാനൊന്നും ശ്രമിക്കേണ്ട കാര്യമില്ല, ഞാൻ തുറക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യയാണെങ്കിൽ കതവ് കുറ്റിയിട്ടിട്ട് നേരെ ഫാനിലോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഫാനിലോട്ടൊക്കെ നോക്കിയിട്ടാണെങ്കിൽ അവിടെ ഒരു കയറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴുത്തിലൊക്കെ ഇടാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ നയനയാണെങ്കിൽ ചെന്നിട്ട് അനിയടുത്താണെങ്കിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതണക്ക് ചേച്ചിയാണെങ്കിൽ ആഹാരമൊന്നും കഴിച്ചിട്ടൊന്നുമില്ല, ഇതുപോലെ കതവൊക്കെ കയറി അടച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇനി ഏട്ടത്തി എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നയന പറയുന്നുണ്ട്, ചേച്ചിയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ചേച്ചി അത് ചെയ്തിരിക്കും, അതുകൊണ്ടാണ് എനിക്ക് പേടിയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നയനയും അനിയാണെങ്കിൽ വന്നിട്ടാണെങ്കിൽ വീണ്ടും അനിയാണെങ്കിൽ ഡോറാണെങ്കിൽ ഇടിച്ച് തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നോക്കുമ്പം നമ്മൾ നവ്യയാണെങ്കിൽ ഇങ്ങനെ കയറിലാണെങ്കിൽ കഴുത്തിങ്ങനെ ഇടാൻ വേണ്ടിയൊക്കെ നിൽക്കുക. അങ്ങനെ പിന്നെ അനിയും നയനയും കൂടെ ചേർന്നിട്ടാണെങ്കിൽ നവ്യ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയന പറയുന്നുണ്ട്, ചേച്ചിയാണെങ്കിൽ ഇതണക്ക് നന്ദു ആണെങ്കിൽ അബി ഒരു തെറ്റും ചെയ്യാതെ എന്തായാലും നന്ദു അബിയെ അറസ്റ്റ് ചെയ്യത്തില്ല ചേച്ചി, അത് ചേച്ചിക്ക് മനസ്സിലായിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചേച്ചി ഒരിക്കലും അബിയുടെ കൂടെ ചേച്ചി ജീവിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ അനി പറയുന്നുണ്ട്, ഏട്ടത്തി ഇങ്ങനെ പകുതി കാര്യങ്ങൾ മാത്രം പറയാതെ എല്ലാ കാര്യങ്ങളും ഏട്ടത്തി എടുത്ത് പറഞ്ഞു കൊടുക്കുക, കരച്ച് എന്നായാലും ഏട്ടത്തി കാര്യങ്ങളൊക്കെ അറിയാനുള്ളതല്ലേ, പിന്നെ ഇങ്ങനെ പറയാതിരുന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ നയന പറയുന്നുണ്ട്, പിന്നെ എൻ്റെ ആദർശേട്ടന് ഇപ്പോൾ ഇങ്ങനെ തല കുനിച്ച് ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ, എല്ലാവരും എൻ്റെ ആദർശേട്ടനെ കുറ്റം പറയുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിന് കാരണം ഇങ്ങനെ അബിയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചേച്ചിയെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അബിയാണെങ്കിൽ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ ആ കാര്യത്തിനെ കുറിച്ചല്ല, ഇന്നലെ ഇവിടെ പാമ്പിനെ കൊണ്ടുവന്നല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചാണ് അത് അബിയ കൊണ്ടുവന്നത്, അപ്പോൾ അതിൻ്റെ തെളിവും കാര്യങ്ങളും അനിയുടെ കയ്യിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, എന്തായാലും അനി അത് ചേച്ചിക്ക് കാണിച്ചു തരുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുമല്ല നമ്മൾ ജ്വല്ലറിയിലാണെങ്കിൽ ഇങ്ങനെ സ്വർണ്ണത്തിന് തന്നെ തിരിമറിയൊക്കെ നടത്തി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പം നമ്മൾ നവ്യയ്ക്കാണെങ്കിൽ അനിയാണെങ്കിൽ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നവ്യ പറയുന്നുണ്ട്, ഓ ഇതാണ്, ഇതിപ്പോൾ വലിയ കാര്യമൊന്നുമല്ല, ഇതിപ്പോൾ ആരായാലും ഒരു സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ആരായാലും ഇങ്ങനെയൊക്കെ ചെയ്തു പോകുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നയന പറയുന്നുണ്ട്, ചേച്ചി എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്തായാലും ഒരിക്കലും ആരും അവരുടെ സ്വന്തം കടയിൽ നിന്ന് ഇങ്ങനെ തിരിമറിയൊക്കെ നടത്തുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പം സ്വന്തം കടയിൽ നിന്ന് ഇങ്ങനെ തിരിമറി നടത്തുന്നതും അതേപോലെ തന്നെ സ്വന്തം വീട്ടിലൊരാളെ കൊല്ലാൻ നോക്കുന്നതൊന്നും ഒരു തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയന പറയുന്നുണ്ട്, ആ കൊല്ലാൻ നോക്കിയത് എന്നെയാണ്, എന്നെ എൻ്റെ കുഞ്ഞിനെയും കൂടെ ഇല്ലാതാക്കാനൊക്കെ അബിയെ ഇങ്ങനെ നോക്കിയതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ചേച്ചിക്ക് ഒരു കുറ്റവും തോന്നുന്നില്ല, അപ്പം ചേച്ചിക്ക് എൻ്റെ അടുത്തൊരു സ്നേഹവും കാര്യങ്ങളും കാണത്തില്ല എന്നൊക്കെ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ചേച്ചി മുഴുവനായിട്ട് എന്തായാലും അബിയെ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ അതുപോലെ തന്നെ ചന്തുമോളിലും അബിയായിട്ട് ഒരു ബന്ധമൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനത് മുഴുവനായിട്ടൊന്നും പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് അത് പിന്നെ താങ്ങാൻ പറ്റത്തില്ല, അതെന്തായാലും അത് തെളിവുകളോടെ ഞങ്ങൾ എന്തായാലും ചേച്ചിയെടുത്ത് ഞങ്ങൾ കാണിച്ചു തരത്തുള്ളൂ, അല്ലെങ്കിൽ ചേച്ചി എന്തായാലും വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നയനെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ നവ്യ ഇങ്ങനെ ആകെ ഒരു സംശയത്തിലൊക്കെ നിൽക്കുക, ഇവളെന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോയ, ചന്തുമോളും അബിയായിട്ടൊരു ബന്ധമുണ്ടെന്നൊക്കെ എന്താ ഇവളിങ്ങനെ പറഞ്ഞിട്ട് പോയെന്നൊക്കെ ഇങ്ങനെ ആകെ അത് ആലോചിച്ച് നിൽക്കുക. അല്ല നമ്മൾ നവ്യ അടുത്താണെങ്കിൽ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും നവ്യ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിൽ നീ എന്തായാലും ഇവിടെ നിന്ന് നിൽക്കേണ്ട കാര്യമില്ല, നീ നിൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നതാണ് നല്ലത്, എന്തായാലും ഈ ഒരു കുറ്റം കൊണ്ട് ഇനി എനിക്ക് ഏറ്റെടുക്കാൻ വയ്യ, ഒന്നാമത് വയസ്സും കാര്യങ്ങളൊക്കെ ആയ ഞങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും വേണം, അല്ലാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അതിനും കൂടെ സമാധാനം പറയാനൊന്നും ഞങ്ങൾക്ക് വയ്യ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഓഹോ ഇനിയിപ്പം അബിക്ക് പിറകെ ഞാനും ഇനി ഈ വീട്ടിൽ നിന്ന് പോവേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ നവ്യ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പറഞ്ഞ് നമ്മൾ മുത്തശ്ശനും അങ്ങ് പോകുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നവ്യ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താ ഈ ചന്തുമോള കാര്യം ഇങ്ങനെ പറഞ്ഞല്ലോ നയൻ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ നമ്മൾ നവ്യ ആണെങ്കിൽ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.